ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു കലണ്ടർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ കലണ്ടറിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ്, ഫോട്ടോസ്, ഓഡിയോസ് മുതലായവയൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ജസ്റ്റ് ഒരു കലണ്ടർ മാത്രമായിട്ട് തോന്നത്തുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു കലണ്ടറിൻ്റെ ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിന് മേളിലായിട്ട് നമുക്കിതൊരു സാധാ ഒരു കലണ്ടർ പോലെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് മുകളിലായിട്ട് നമുക്ക് കലണ്ടർ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിതേപോലെ നമുക്ക് കുറച്ച് അലോ ചെയ്ത് കൊടുക്കാനുള്ള ഇത് ഓപ്ഷൻസ് വരും. അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ പാസ്കോഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ ഇഷ്ടപ്പെട്ട നമുക്ക് സേഫായിട്ട് തോന്നുന്ന ഒരു പാസ്വേഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കൺഫേം ചെയ്യാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വരും. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിവിടെ ഇനിയാണ് നമുക്കിവിടെ ഇമേജ്, വീഡിയോ, ഓഡിയോ, നോട്ട്സ്, സ്റ്റാറ്റസ് സേവർ, ആപ്പ് ലോക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇമേജസ്, വീഡിയോസ് ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പറ്റും. ആപ്പ് നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് ആഡിൻ്റെ ഒരു പ്രശ്നം വരും ഫ്രീ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതിനകത്ത് വീഡിയോസാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതെന്നുണ്ടെങ്കിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഫോൾഡറിൽ തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിലായിട്ട് പ്ലസ് ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫയലിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്കിതേപോലെ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടോട്ടലായിട്ട് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം ലോക്കിൻ്റെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഇതിവിടെ സേഫായി എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനി പുറത്ത് നോക്കുന്ന ഒരാൾക്ക് ഇത് കാണാനായിട്ട് പറ്റത്തില്ല. ഇനി നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും കലണ്ടറിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് സാധാ ഒരു കലണ്ടർ ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. എന്നാൽ നമ്മൾ ഈ കലണ്ടറിൽ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിവിടെ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വീഡിയോ കാണാനായിട്ട് പറ്റുന്നതാണ്. വീഡിയോ മാത്രമല്ല, നമുക്ക് ഇമേജ്, ഓഡിയോ, പിന്നെ നമ്മുടെ നോട്ട്സ്, സ്റ്റാറ്റസ് സേവർ, പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സേഫാക്കി വെച്ചിട്ടുള്ള വീഡിയോസ്, ഓഡിയോസൊക്കെ ഇരിക്കവേ ഈ ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫയൽസൊക്കെ തിരികെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, പുതിയ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണമെന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നല്ലൊരു ടെക് അറിവായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.